ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് നാളെ വീണ്ടും കളത്തിലിറങ്ങാൻ പോവുകയാണ്. ISLലെ മൂന്നാമത്തെ മത്സരമാണ് നാളെ കളിക്കാൻ പോകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 2 മത്സരം ഹോം മാച്ച് ആയിരുന്നു. നാളെ എവേ മാച്ചാണ്. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആണ് മത്സരം വരുന്നത്. സീസണിലെ ആദ്യ എവേ മാച്ചാണ് നാളെ കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കാൻ പോകുന്നത്. അപ്പോൾ 2 മത്സരം കളിച്ച കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു തോൽവി, ലാസ്റ്റ് മത്സരം ഈസ്റ്റ് ബംഗാളിനെതിരെ 2-1 വിജയമൊക്കെ കരസ്ഥമാക്കിയിട്ട് ഒരു കംബാക്ക് വിന്നൊക്കെ കരസ്ഥമാക്കിയിട്ടാണ് വരുന്നത്. ഒരു പോസിറ്റീവ് വൈബോടെയാണ് ബ്ലാസ്റ്റേഴ്സ് വരുന്നത്. അതുപോലെ തന്നെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാപ്റ്റൻ അഡ്രിയാൻ നിക്കോളാസ് ലൂണ ഇസ് ബാക്ക്. ലൂണ ട്രാവൽ ചെയ്തിട്ടുണ്ട് ടീമിനോടൊപ്പം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ലെവലിൽ പ്രതീക്ഷിക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ ചാൻസ് ഇല്ല. താരം ഫിറ്റായി വന്നിട്ടുള്ള ഫസ്റ്റ് ലെവലിൽ തന്നെ ഉണ്ടാവില്ല. സെക്കൻഡ് ഹാഫിലൊക്കെ നമുക്ക് ഈ വരുന്ന മത്സരം കാണാൻ കഴിയും. അപ്പോൾ എന്തായാലും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണ തിരിച്ചു വരുന്നത്. അപ്പോൾ നമ്മുടെ ഓപ്പണൻ്റായ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരും 2 മത്സരം കളിച്ചു, ഒരു തോൽവി, ഒരു പരാജയം. അങ്ങനെ തന്നെയാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും വരുന്നത്. നമ്മൾ 8ാം സ്ഥാനത്ത്, ഒരു 9ാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ അവർ ഇത്തവണ ഒരു ചാമ്പ്യന്മാരായിട്ടാണ് വരുന്നത്. അവരായിരുന്നു ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഒരു ട്രോഫി പോലും ഇല്ലാത്ത ISL ക്ലബ്ബായിട്ട് ഒപ്പം ഉണ്ടായിരുന്നത്. ഇപ്പോൾ അവരും നമ്മളെ കൈവിട്ടെന്ന് അറിയാം. അവരും ട്രോഫി എടുത്തു. എല്ലാവർക്കും അറിയാം, ഡുറൻഡ് കപ്പ് അടിച്ചിട്ടാണ് അവർ മോഹൻ ബഗാനൊക്കെ പരാജയപ്പെടുത്തി ഡുറൻഡ് കപ്പ് ആദ്യം അവരുടെ കിരീടം സ്വന്തമാക്കിയിട്ടാണ് അവർ ഈ ISLലേക്ക് വരുന്നത്. ഫസ്റ്റ് മത്സരം ഒരു ഗോളിന് വിജയിച്ചു. സെക്കൻഡ് മത്സരം അവർ വിജയിക്കുമെന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്നു. മോഹൻ ബഗാനെതിരെ ഒരു 3-2 തോൽവിയാണ് അവർക്ക് കാണാൻ സാധിച്ചത്. അവരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർ കഴിഞ്ഞ സീസണിലും അതിനെ ഇപ്പോൾ 2-3 വർഷം മുമ്പുള്ള നോർത്ത് ഈസ്റ്റെല്ലാം നിലവിൽ അത്രയും മികച്ച രീതിയിലാണ് അവരുടെ പുതിയ കോച്ചിൻ്റെ കീഴിൽ, കഴിഞ്ഞ സീസണിലെ കോച്ചാണ് പുതിയ കോച്ചിൻ്റെ കീഴിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. മോഹൻ ബഗാനെതിരെയും നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. കൗണ്ടർ അറ്റാക്കൊക്കെ അപാരം തന്നെയാണ് അവരത്. അപ്പോൾ ഒരു ഈസി ഓപ്പോണൻ്റ് അല്ല ഇത്തവണ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എന്ന് തന്നെ പറയാം. ഒരു ടഫ് മാച്ച് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഒരു എവേ മത്സരം കൂടിയാണ്. അപ്പോൾ മത്സരത്തിൻ്റെ വിധിയൊക്കെ എന്താവും എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. എങ്ങനെയായാലും ഒരു ടഫായിട്ടുള്ള മാച്ച് തന്നെയായിരിക്കും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച്. ബ്ലാസ്റ്റേഴ്സ് മെല്ലെ മെല്ലെ സെറ്റായി വരുന്നുള്ളൂ. ഇനിയും കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കഴിഞ്ഞ മത്സരത്തിൽ കണ്ടാലും. ബട്ട് ഒന്നുകൂടി ഇങ്ങനെ ഇമ്പ്രൂവ് ആയി വരുന്നുണ്ട്. ജീസസൊക്കെ നമ്മുടെ പ്ലേയേഴ്സുമായിട്ടൊക്കെ ഒന്ന് സെറ്റായി വരുന്നുണ്ട്. നല്ല കഴിഞ്ഞ മത്സരത്തിൽ തന്നെ നോഹയായിട്ടൊക്കെ നല്ലൊരു കോമ്പിനേഷൻ പ്ലേ ഒക്കെ കണ്ടതാണ്. പിന്നെ അഡ്രിയാൻ ലൂണ തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഇനി എങ്ങനെ 11 വരും, ലൂണ കൂടി വന്നാൽ എങ്ങനെ ആ ഫസ്റ്റ് 11 വരും, ആരൊക്കെ 4 ഫോറിൻ പ്ലേയേഴ്സ് സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതൊക്കെ ഒരു ആകാംക്ഷ നൽകുന്ന കാര്യമാണ്. ആരൊക്കെ വരും എന്നുള്ളത്. എങ്ങനെയായാലും നാളത്തെ മത്സരത്തിൽ ചിലപ്പോൾ അലക്സാണ്ടർ കൊയ്ഫാൻ, മിലോസും ഈ കഴിഞ്ഞ മത്സരത്തിൽ ഇറങ്ങി അതേപോലെ തന്നെ വരാനാണ് സാധ്യത കാണുന്നത്. ലൂണ സെക്കൻഡ് ഹാഫിൽ വരാനാണ് സാധ്യതകൾ തെളിയുന്നത്. അപ്പോൾ എന്തായാലും കണ്ടറിയാം, വിജയിച്ച് തന്നെ മുന്നോട്ട് പോകണം. അടുത്തൊരു വിജയം കരസ്ഥമാക്കി നമുക്ക് നല്ലൊരു ഇത് കിട്ടട്ടെ, ജയിക്കാൻ കഴിയുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇനി അപ്പോൾ എങ്ങനെയായാലും ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിലുള്ള ഒരു സാധാ 11 കൂടി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെയുള്ള പറയാം. അപ്പോൾ ഗോൾ കീപ്പറായിട്ട് സച്ചിൻ സുരേഷ് തന്നെ, ഡിഫൻസിൽ പ്രീതം കോട്ടാലും മിലോസ് ട്രെൻചിച്ചും, അതുപോലെ റൈറ്റ് ബാക്കിലേക്ക് വരികയാണെങ്കിൽ സന്ദീപ് സിംഗ് ആയിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ കളിച്ചത്. എന്നാൽ ഈ മത്സരത്തിൽ ഞാൻ നമ്മുടെ ഐവാൻ ദോഹ്ലിംഗ് വരുമെന്ന് പ്രതീക്ഷയുണ്ട്. സന്ദീപിൻ്റെ ഭാഗത്തുനിന്ന് ചെറിയ മിസ്റ്റേക്ക് കഴിഞ്ഞ് മത്സരത്തിൽ ഉണ്ടായിരുന്നു. ഐബാൻ വന്നതിന് ശേഷം ഐബാൻ അത്യാവശ്യം ലെഫ്റ്റ് ബാക്ക് ആണെങ്കിൽ റൈറ്റ് ബാക്കിലും കളിക്കുന്നുണ്ട്. കാരണം റൈറ്റ് ഫൂട്ടർ പ്ലെയറാണ്. അതുകൊണ്ട് നല്ല രീതിയിൽ ക്രോസ് ചെയ്യാനും ഓവർലാപ്പ് ചെയ്താൽ സന്ദീപിനേക്കാൾ മികച്ച ക്രോസ് കൊടുക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഐബാനെ കൊണ്ട്. അപ്പോൾ ഐബാൻ റൈറ്റ് ബാക്കിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ ലെഫ്റ്റ് ബാക്കിലേക്ക് വരികയാണെങ്കിൽ നോച്ച സിംഗനെ ആയിരിക്കും. പിന്നെ മിഡ്ഫീൽഡിലേക്ക് വരികയാണെങ്കിൽ അലക്സാണ്ടർ കൊയ്ഫ്, അതുപോലെ വിപിൻ മോഹനനും, അതുപോലെ തന്നെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ഒരു മൂന്നാമത്തെ മിഡ്ഫീൽഡറായിട്ട് ഡാനിഷ് ഫാറൂഖ് തന്നെ ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. കഴിഞ്ഞ മത്സരം നോക്കുകയാണെങ്കിൽ ഡാനിഷ് ഫാറൂഖ് ബെസ്റ്റ് പ്ലെയർ ആണോ ചോദിച്ചാൽ അല്ല, ഒരു മോശം. എല്ലാവർക്കും അറിയാം ഡാനിഷിൻ്റെ പ്രശ്നം. പക്ഷേ കഴിഞ്ഞ മത്സരം നോക്കുകയാണെങ്കിൽ പല സമയത്തും കുറേ ഇൻ്റർസെപ്ഷൻസ് നടത്തിയിട്ട് ടീമിനെ ഗുണമാക്കി കൊടുക്കുന്നുണ്ട്. ബട്ട് പല ടൈമിലും താരത്തിൻ്റെ പാസിംഗ് ആണ് പ്രശ്നം. ആ പന്ത് ഇൻ്റർസെപ്റ്റ് ചെയ്താൽ നല്ല പാസ് കൊടുക്കാൻ താരത്തിന് സാധിക്കാറില്ല. അതുപോലെ നല്ലൊരു അറ്റാക്ക് വരുമ്പോൾ താരത്തിൻ്റെ ഭാഗത്തുനിന്ന് മിസ്പാസുകൾ വരുന്നുണ്ട്. അതൊരു പ്രശ്നമാണ്. ബട്ട് എന്നാലും കോച്ച് പ്രിഫർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. പല കോച്ചുമാരും മറ്റും ഡാനിഷിനെ പ്രിഫർ ചെയ്യും. കാരണം എന്താ വെച്ചാൽ താരം പെട്ടെന്ന് മറ്റുള്ള പ്ലേയേഴ്സിൽ നിന്ന് ബോൾ റിക്കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതാണ് താരത്തിൻ്റെ ഒരു ഗുഡ് പോയിൻറ്റ്. അതുപോലെ ബാഡ് പോയിൻ്റ് ആയിട്ട് ആ മോശം പാസിങ്ങും കാര്യങ്ങളും അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഡാനിഷ് ഫാറൂഖിനെ വരാനാണ് സാധ്യത കാണുന്നത്. അല്ലെങ്കിൽ മുഹമ്മദ് അസറൊക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ചെറിയ സാധ്യതകളും അവിടെ ഉണ്ട്. പിന്നെ ലെഫ്റ്റ് വിങ്ങറായിട്ട് നോഹ സദോയി, റൈറ്റിൽ രാഹുൽ KP, സ്ട്രൈക്കറായിട്ട് ജീസസ് ജിമിനസ് തന്നെയാണ് വരാൻ ചാൻസ്. അങ്ങനെ തന്നെയാവും വരിക. കഴിഞ്ഞ മത്സരത്തിൽ ജീസസ് ഗോൾ അടിച്ചിട്ടില്ല, ക്വാം പെപ്രയാണ് ഗോൾ സ്കോർ ചെയ്തത്. ബട്ട് എന്നാലും ക്വാം പെപ്ര സെക്കൻഡ് ഹാഫിൽ വരുമ്പോൾ കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പ്ലെയർ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. മറ്റൊരു പ്ലേയേഴ്സ് അവരുടെ ഡിഫൻസൊക്കെ ടയേർഡായി നിൽക്കുമ്പോൾ ഇറക്കി വിടാൻ പറ്റിയ ഒരു മുതലാണ് ക്വാം പെപ്ര. തൻ്റെ ഫിസിക്കാലിറ്റിയും തൻ്റെ സ്പീഡും വെച്ചിട്ട് കൂടുതൽ ഗോളുകൾ താരത്തിന് സെക്കൻഡ് ഹാഫിൽ വന്നാൽ സ്കോർ ചെയ്യാനും നല്ല അവസരങ്ങൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജീസസ് തന്നെ സ്റ്റാർട്ട് ചെയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ അവസാനിക്കുകയാണ്. നെക്സ്റ്റ് വീഡിയോയുടെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.